ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ക്രോഷിയുടെ ബേസിക് സ്റ്റിച്ചുകൾ പഠിക്കാവേ. യാണും എടുത്തിട്ടുണ്ട്, ഒരു 4mm ഒരു ഹുക്കും എടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലിപ്പ് നോട്ട് പഠിക്കാവേ. ആദ്യം ഇതുപോലെയാണ് ഞാൻ സ്ലിപ്പ് നോട്ട് ഇട്ട് പഠിച്ചത്. ഇതുപോലെ ഹുക്കിൽ കിട്ടുമേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ജസ്റ്റ് ഒരു പൊടിക്ക് ലൂസ് വേണം. ഇതുപോലെ നീഡിൽ പിടിച്ച് വലിച്ചാൽ ഇതുപോലെ അഴിഞ്ഞു പോകാൻ പറ്റണ പോലെ ആയിരിക്കണം നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടുന്നത്. ഇതും കൂടെ കാണിക്കാവേ. സ്ലിപ്പ് നോട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ച്, അതായത് ചെയിൻ സ്റ്റിച്ച്. അതിനു വേണ്ടി നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാവേ. നോട്ട് ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ആ താഴെ കിടക്കുന്ന ആ നീഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണവേ. പിന്നെ ഹുക്കിന് ജസ്റ്റ് ഒന്ന് തിരിച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് ഈ ലൂപ്പിലൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് ഒരു ചെയിൻ കിട്ടും. ഒന്നും കൂടെ കാണിക്കാവേ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ച് ഇതിനുള്ളിൽ കൂടെ ഇങ്ങോട്ട് കടത്തി വിടുന്നതിന് നമ്മൾ യാൺ ഓവർ എന്ന് പറയും. അപ്പോൾ നമ്മൾ 5 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അടുത്ത സ്റ്റിച്ചാണ് സ്ലിപ്പ് സ്റ്റിച്ച്. സ്ലിപ്പ് സ്റ്റിച്ചിന് 5 ചെയിൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഫസ്റ്റ് ചെയിനിൽ നമുക്കൊന്ന് സ്ലിപ്പ് നോട്ട് ഇടാവേ. അത് യാൺ ഓവർ ചെയ്ത ശേഷം ഈ ഹുക്കിൽ 2 ലൂപ്പ് വരും. അതിൽ ഫസ്റ്റ് ലൂപ്പ് ഒന്നും കൂടെ യാൺ ഓവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ചാണ് കിട്ടുക. ഇതിനാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അങ്ങനെ 5ലും നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞാൽ അടുത്തതാണ് സിംഗിൾ ക്രോഷി. സിംഗിൾ ക്രോഷി ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു ചെയിൻ ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ രണ്ടാമത്തെ ചെയിനിലാണ് നമ്മൾ സിംഗിൾ ക്രോഷി ചെയ്യുന്നത്. സെക്കൻഡ് ചെയിനിൽ നമ്മൾ യാൺ ഓവർ ചെയ്യുമ്പോൾ ഹുക്കിൽ ഇതുപോലെ മേലെ 2 ലൂപ്പ് എക്സ്ട്രാ കിട്ടും. ഹുക്കിൻ്റെ മേലെ 2 ലൂപ്പ് കിട്ടും. അതിന് നമ്മൾ യാൺ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു സ്റ്റിച്ച് കിട്ടും. അതിനാണ് സിംഗിൾ ക്രോഷി എന്ന് പറയുന്നത്. യാൺ ഓവർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിന് നമ്മൾ യാൺ ഓവർ ചെയ്യും. അപ്പോൾ കിട്ടുന്ന സ്റ്റിച്ചിനാണ് നമ്മൾ സിംഗിൾ ക്രോഷി എന്ന് പറയുന്നത്. അങ്ങനെ 5ൽ നമ്മൾ സിംഗിൾ ക്രോഷി ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റിച്ചാണ് ഹാഫ് ഡബിൾ ക്രോഷി. ഹാഫ് ഡബിൾ ക്രോഷിക്ക് വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു ചെയിൻ ആഡ് ചെയ്യണം. ഹുക്കിൻ്റെ മേലെ എക്സ്ട്രാ ഒരു യാൺ ഇതുപോലെ വേണം. സെക്കൻഡ് ഹുക്കിലാണ് നമ്മൾ യാൺ ഓവർ ചെയ്യാൻ പോകുന്നത്. യാൺ ഓവർ കഴിഞ്ഞാൽ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്പ് കിട്ടും. ആ 3 ലൂപ്പിൽ നമുക്ക് ക്ലോസ് ചെയ്യുന്ന പോലെ യാൺ ഓവർ ചെയ്യാം. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷി കിട്ടി. നമ്മളിവിടെ 5 ചെയിൻ ഇട്ടിട്ടുണ്ട്. ആ 5 ചെയിനിലും ഹാഫ് ഡബിൾ ക്രോഷി റിപ്പീറ്റ് ചെയ്യാവേ. ഇതുപോലെ ഇതാണ് അപ്പോൾ നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷി. അടുത്ത സ്റ്റിച്ചാണ് ഡബിൾ ക്രോഷി. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷിയാണ് കഴിഞ്ഞത്. ഹാഫ് ഡബിൾ ക്രോഷി കഴിഞ്ഞാൽ ഡബിൾ ക്രോഷി. അതിന് വേണ്ടി എക്സ്ട്രാ ഒരു ചെയിൻ ഇതുപോലെ ആഡ് ചെയ്ത ശേഷം ഹുക്കിൻ്റെ മേലെ എക്സ്ട്രാ ഇതുപോലെ ഒരു യാൺ വേണം. അടുത്ത ചെയിനിൽ സെക്കൻഡ് ചെയിനിൽ നമുക്ക് യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ കഴിഞ്ഞാൽ ഹുക്കിൻ്റെ മേലെ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ആ 3 ലൂപ്പിൽ 2 ലൂപ്പിൽ നമുക്ക് യാൺ ഓവർ ചെയ്യാം. 2 ലൂപ്പ് യാൺ ഓവർ കഴിഞ്ഞാൽ പിന്നെ 2 ലൂപ്പ് കിട്ടും. അതും നമുക്ക് യാൺ ഓവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചെയിൻ കിട്ടും. ഇതാണ് ഡബിൾ ക്രോഷി. അങ്ങനെ നമ്മൾ 5 ചെയിനിലും ഡബിൾ ക്രോഷി ചെയ്തെടുക്കാവേ. ഇത് കൊണ്ട് ട്രിപ്പിൾ ക്രോഷിയാണ്. ഇതുപോലെ ഹുക്കിൻ്റെ മേലെ അപ്പോൾ 3 ലൂപ്പ് എക്സ്ട്രാ വേണം. ആ 3 ലൂപ്പും സെക്കൻഡ് ചെയിനിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ചെയിനിൽ യാൺ ഓവർ ചെയ്ത ശേഷം 3 ലൂപ്പിൽ യാൺ ഓവർ കഴിഞ്ഞാൽ നമുക്ക് ഹുക്കിൻ്റെ മേലെ ഇതുപോലെ 1 2 3 4 ലൂപ്പ് കിട്ടും. ആ 4 ലൂപ്പിൽ ഫസ്റ്റ് സെക്കൻഡ് 2 ലൂപ്പിൽ യാൺ ഓവർ ചെയ്യാം. അടുത്തതുപോലെ 2 ലൂപ്പിൽ പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 3 വട്ടം നമുക്ക് ട്രിപ്പിൾ ക്രോഷിയിൽ ചെയ്യേണ്ടി വരും റിപ്പീറ്റായിട്ട്. അടുത്തത് 5 സ്റ്റിച്ചിലും ഇതുപോലെ ചെയ്യാവേ. ഇനി നമുക്കിതെങ്ങനെ ലോക്ക് ആക്കാമെന്ന് നോക്കാവേ. അതിന് വേണ്ടി ഒരു എക്സ്ട്രാ ഒരു ചെയിൻ ഇട്ട് കൊടുത്ത ശേഷം ആ യാൺ അതൊന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്ത് ടൈറ്റാക്കി തന്നെ അത് ലോക്ക് ആവുമേ. ഇനി നമുക്ക് അടുത്ത് മാജിക് റിങ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഫിംഗറിൽ ഇതുപോലെ ഒന്ന് യാണൊന്ന് ഹോൾഡ് ചെയ്ത ശേഷം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട പോലെ തന്നെ അതിലൊന്ന് എക്സ്ട്രാ ഒന്ന് ഇതുപോലെ ഒന്ന് ലൂപ്പ് എടുത്ത് മേലോട്ടൊന്ന് വലിച്ചാൽ നമുക്ക് അതൊരു സർക്കിൾ രൂപത്തിൽ കിട്ടുമേ. ഇതാണ് മാജിക് റിങ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇനി എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കാവേ. താഴത്തെ ആ ചെറിയ ഞാനൊന്ന് വലിച്ചു കൊടുത്താൽ അത് ടൈറ്റ് ആവും. നമുക്ക് അതിനുള്ള ഒരു സിംഗിൾ ക്രോഷി ചെയ്യാവേ. അതിന് വേണ്ടി ആ റിങ് ഒന്ന് സപ്പോർട്ടിനോട് ഒന്ന് പിടിച്ചു കൊടുക്കാവേ. ജസ്റ്റ് ഇങ്ങനെ ഹുക്ക് ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട ശേഷം യാൺ ഓവർ ചെയ്യുക. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ. ക്രോഷി പഠിക്കാൻ വേണ്ടി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ പഠിച്ചാൽ തന്നെ ക്രോഷി നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ആദ്യമൊക്കെ സ്റ്റിച്ച് പഠിക്കുമ്പോൾ കുറച്ച് ടഫായിരിക്കും. പിന്നെ നമ്മൾ 2-3 വട്ടം പ്രാക്ടീസ് ചെയ്താകുമ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്.
നമ്മൾ ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ ചെയ്ത ഈ സിംഗിൾ ക്രോഷ്യ നമുക്കൊന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ആ ചെറിയ യാണൊന്ന് വലിച്ചു കൊടുത്താൽ തന്നെ അത് ടൈറ്റായി നിന്നോളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.